السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേസമയം മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത നിർബന്ധത്തിന് വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ, അതായത് മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെ സംബന്ധിച്ച് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ അള്ളാഹു നേർമാർഗത്തിൽ ആക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവികൾക്കും കാഴ്ചക്കുമെല്ലാം അള്ളാഹു മുദ്ര വെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയാനോ കണ്ടും കേട്ടും മനസ്സിലാക്കാനോ അവർക്ക് സാധ്യമാവുകയില്ല. തൻ്റെ ഇടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരും ആയിരിക്കും എന്നാണ് ഇതാണൊക്കെയാണ് അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നത്. ആ മഹാപാതകത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന ഗൗരവം വളരെ വലുതാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ ആയത്തിൽ പരാമർശിച്ച വ്യക്തികൾ, ഉദാഹരണത്തിന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരെയും ഈ അമ്മാർ റളിയല്ലാഹുവിൻ്റെ കണ്ണു മുമ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കിയതിന് ശേഷം കൊന്നുകളഞ്ഞു. അത് അദ്ദേഹം കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ ശത്രുക്കളുടെ തുടരെയുള്ള അക്രമവർദ്ധനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബിയെക്കുറിച്ച് ചില ചീത്ത വാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സത് സമ്മതിച്ചില്ല. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ തൻ്റെ സ്ഥിതി എന്തായിരുന്നുവെന്ന് നബി അദ്ദേഹത്തോട് ചോദിച്ചു. എൻ്റെ മനസ്സ് സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അവരാവർത്തിക്കുന്നുവെങ്കിൽ നീയും ആവർത്തിക്കുക. ഇനിയും നിന്നെ കഠിനമായി മർദ്ദിച്ചിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ നിനക്കിത് പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.